നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. കർത്താവ് പറയുകയാണ്, നെക്സ്റ്റ് വേർഡ് 10 പ്ലീസ്, എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ അരികിൽ വിളിച്ച് അവരോട് പറഞ്ഞത് കേട്ട് ഗ്രഹിച്ചുകൊള്ളുവീൻ. ഇത്രേ ഞാൻ നിങ്ങളോട് പറഞ്ഞു. കേട്ടല്ലോ അല്ലേ? അതുകൊണ്ടാണ് സഹോദരങ്ങളെ, യഥാർത്ഥമായ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഡ്രസ്സിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻ അല്ല. വസ്ത്രത്തിൽ ആർക്കും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാം, ഭക്തി അഭിനയിക്കാം, താഴ്മ അഭിനയിക്കാം. ഞാൻ തുറന്ന് സംസാരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഭക്തി അഭിനയിച്ചവരും ഭയങ്കര താഴ്മ നിന്നോട് കാണിച്ചവരുമല്ലേ നിനക്ക് ഏറ്റവും കൂടുതൽ പണി തന്നത്. ഇത് ഞാൻ പ്രസംഗിക്കുമ്പോ മറ്റൊരാളുടെ ചിത്രമല്ല നമ്മുടെ അകത്ത് വരുന്നത്. ഞാൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. Are you with me? Yes. Hallelujah. Hallelujah. അതുകൊണ്ടാണ് റോമർ 12:1-2 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. Do not conform to the patterns of this world, but be transformed by renewing your mind. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ word 2 please pastor. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. എവിടെയാ മാറ്റം ഉണ്ടാണ്? റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ്, നോട്ട് യുവർ ഡ്രസ്, നോട്ട് യുവർ എക്സ്റ്റേണൽ അപ്പിയറൻസ്. ഹല്ലേലൂയ. റിന്യൂവിംഗ് യുവർ മൈൻഡ്. മനസ്സിന്, എൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം സംഭവിച്ചാൽ 100% എന്നിൽ മാറ്റം ഉണ്ടാവും. എനിക്ക് നന്നാവണം എന്നെ മനസ്സുകൊണ്ട്, എൻ്റെ ചിന്തകൾ കൊണ്ട് ഞാൻ ചിന്തിച്ചു തുടങ്ങിയാൽ ഞാൻ നന്നാവും. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് സൗഖ്യമാകണം. രക്തസ്രവക്കാരിയായ സ്ത്രീയുടെ അകത്ത് ഒരു ചിന്ത വന്നു, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അവൾ ചിന്തിക്കുകയാണ്, ആ ചിന്തയാണ് അവളെ സൗഖ്യത്തിലേക്ക് നയിച്ചത്. ഇതെന്റെ വിധിയാണ്, ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ്, ഇത് ഇങ്ങനെ അവസ്ഥയാണ്, ഇതിൽ ഞാൻ തുടരും, ഇതുകൊണ്ടൊക്കെ ഞാൻ തീരും എന്ന് ഞാൻ ചിന്തിച്ചാൽ ഈ സാധനം നിന്നെ തീർക്കും. That is very important. ഏലിയാവ് ശക്തനായ മനുഷ്യനായിരുന്നു. മഴ പെയ്ച്ച മനുഷ്യൻ, മഴ പെയ്ക്കാതിരുന്ന മനുഷ്യൻ, യോർദാനെ 2 വിഭാഗിച്ചവൻ, ആഹാബിന്റെ രഥത്തിന് മുൻപേ ഓടിയവൻ, സാരാപത്തിലെ വിധവയുടെ ക്ഷാമത്തെ തീർത്തവൻ, പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയവൻ. പക്ഷേ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുമെന്ന് ഇസബേൽ പറയുമ്പോൾ ഏലിയാവ് കൊട്ടാരത്തിൽ കയറി വന്ന് ഇസബേലിനോട് പ്രവചിച്ചു, നീ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കിയാൽ നിന്റെ തലച്ചോറ് നായി തിന്നുവെന്ന്. അതിനുശേഷം ഇസബേൽ ഏലിയാവിന് ബാലിക്കാരെ വിട്ട് കത്തുകൊടുത്തു, നാളെ ഉഷസ്സിന് മുൻപ് നിന്നെ ഞാൻ തീർത്തു കളയുമെന്ന്. വാ തുറന്ന് പറഞ്ഞ തീയിറങ്ങി ഇസബേല് തീരും. He's a mighty man. He was a great prophet. Hallelujah. He's an anointed servant of God. പക്ഷേ ഒരു സഹോദരി പറഞ്ഞു, നാളെ നിന്നെ വൈകുന്നേരത്തിന് മുമ്പ് ഞാൻ തീർത്തു കളയുമെന്ന്. അത് അവന്റെ ചിന്തയെ, അവന്റെ മൈൻഡിനെ തൊട്ടു. Amen. Hallelujah. അത് അവന്റെ മൈൻഡിനെ തൊട്ടപ്പോൾ ബൈബിൾ പറയുന്നു, ഏലിയാവ് മരിപ്പാൻ ഇച്ഛിച്ചു. അവൻ ചൂരച്ചെടിയുടെ ചുവട്ടിൽ ചെന്നിരുന്ന ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് മരിക്കണം. അവൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു. ഇത്ര ശക്തനായ പ്രവാചകൻ.
ഹല്ലേലൂയ. Hallelujah. പൈശാചിക മേഖലകൾ അറ്റാക്ക് ചെയ്യുന്നത് നിന്റെ ചിന്തകളെയാണ്. അതുകൊണ്ടാണ് പൗലോസ് പലപ്പോഴും പറഞ്ഞത്, ഒന്നിനെ കുറിച്ചും നീ വിചാരപ്പെടരുത്. Amen. Hallelujah. Yes. നാളെ എന്താകുമെന്ന് ആകുലപ്പെടരുത്. Yes. യേശുവും പഠിപ്പിച്ചത് അത് തന്നെയാ. കാക്കകളെ നോക്കുവി, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അത് കളപ്പുരയെ കൂട്ടിവെക്കുന്നില്ല. വയലിലെ താമരയെ നോക്കുവി, അത് നൂൽ നോക്കുന്നില്ല. പക്ഷേ ഇതിനെയെല്ലാം ഞാൻ പുലർത്തുന്നെങ്കിൽ നീ എന്തിനാ അല്പവിശ്വാസിയെ നാളെ കുറിച്ച് ചിന്തിക്കുന്നത്? Amen. Why you are thinking what you are thinking? Discern it. അടുത്തിരിക്കുന്ന ആളെ ഒന്നും ഇടിച്ച് മുട്ടിവെച്ച് പറ, നിന്റെ സംശയങ്ങളെ നീ സംശയിക്കണമെന്ന് പറ. നിന്റെ അകത്ത് ദൈവം തന്ന വാഗ്ദത്തത്തെയും വിശ്വാസത്തെയും നീ ഉറപ്പിച്ചോണം. Yes. ഇതിന് വിരോധമായി നിന്റെ അകത്ത് വരുന്ന സംശയങ്ങളെ നീ വിശ്വസിക്കല്ല വേണ്ടത്, സംശയങ്ങളെ നീ സംശയിക്കണം. Amen. അത് ദൈവത്തിൽ നിന്ന് വന്നതല്ല. Yes. Receive. നിന്റെ സംശയങ്ങളെ നീ സംശയിക്കുക, Amen. നിന്റെ വിശ്വാസത്തെ നീ ഉറപ്പിക്കുക. Amen. Hallelujah. മൈൻഡിനോടുള്ള എല്ലാ അറ്റാക്കുകളും മാറട്ടെ. Yes. Amen. എല്ലാ ആങ്സൈറ്റി മാറിപ്പോകട്ടെ. Amen. Shalarababa. രൂപാന്തരപ്പെടുവീൻ. രൂപാന്തരം എത്ര പേര് ആഗ്രഹിക്കുന്നു? കൈ കൊടുത്തു പറഞ്ഞ് നിന്റെ മൈൻഡ് സെറ്റ് മാറണം. പറഞ്ഞേ, മൈൻഡ് സെറ്റ് മാറണം. മൈൻഡ് സെറ്റ് മാറണം. കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് പറഞ്ഞേ, കർത്താവേ, പിതാവേ, പിതാവേ, അങ്ങ് ചിന്തിക്കുന്ന പോലെ അങ്ങ് ചിന്തിക്കുന്ന പോലെ എനിക്കും ചിന്തിക്കാൻ കൃപ തരണേ. ഇത് എൻ്റെ മക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പാസ്റ്റേഴ്സ്, എൻ്റെ കൂടെ നിൽക്കുന്നവരെ, ഇത് എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ കുറെ സാധനങ്ങളുണ്ട്, ഞാൻ കുറെ കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അതാണ് സത്യം എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക, മാനുഷികമായ സമ്പ്രദായങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ നിങ്ങൾ അതുപോലെ വിഴുങ്ങാതെ ഇതിനെല്ലാം വചനവുമായി മുട്ടിക്കണം. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. യു ആർ നോട്ട് വിത്ത് മീ. ഇതിനെല്ലാം വചനവുമായി മുട്ടിക്കണം. കാരണം ആകാശവും ഭൂമിയും മാറിയാലും മാറാത്തതൊന്നുണ്ടെങ്കിൽ മതമല്ല, ആചാരമല്ല, വചനമാണ്. ശരിയുണ്ട്, സത്യമുണ്ട്. സത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. നിങ്ങളുടെ ബൈബിൾ ഒന്ന് മടക്കി വെച്ച് അതിനകത്ത് എന്തോ എഴുതിയിരിക്കുന്നേ? സത്യ വേദപുസ്തകം ആണോ? ഉറപ്പാണോ? വചനം സത്യമാണ്. യേശു വഴിയും സത്യവും ജീവനുമാണ്. ശരികൾക്ക് മാറ്റമുണ്ടാകാം, പക്ഷെ സത്യം മാറത്തില്ല. മനുഷ്യൻ നിങ്ങളോടും എന്നോടും പറഞ്ഞ ശരികളെ, മനുഷ്യൻ എന്നോടും നിങ്ങളോടും പറഞ്ഞ ശരികൾ എത്രയോ മാറി. നിനക്ക് ഈ രോഗമാണ്, നീ മരിക്കുമെന്ന് പറഞ്ഞില്ലേ, നീ ഇത്രയും നാള് പോകുമെന്ന് പറഞ്ഞില്ലേ, നിന്റെ തലമുറകൾ വഴിപിഴച്ചു പോകുമെന്ന് പറഞ്ഞില്ലേ, ആരൊക്കെ നിന്നെ ശപിച്ചു, ആരൊക്കെ നിന്നെ പ്രാഗി, ആരൊക്കെ നിനക്കെതിരെ ആഭിചാരം ചെയ്തു, ആരൊക്കെ നിനക്ക് വിരോധമായി നിന്നു, ഇതെല്ലാം മാറി മറിഞ്ഞില്ലേ? പക്ഷെ സത്യം ഇപ്പോഴും still that is alive. Hallelujah. Jesus is alive. Still that is alive. Amen. Hallelujah. 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 Amen. നിങ്ങൾക്ക് കടമുണ്ട്. You are facing some financial issues. നിങ്ങൾക്ക് സാമ്പത്തികമായ പ്രശ്നമുണ്ട്, ലോണുണ്ട്, കടമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ശരിയാണ്. That's right. That is right. Yes. But that is not truth. Yes. Amen. പക്ഷെ അത് സത്യമല്ല. സത്യം എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും. Somebody say
പൂർണ്ണമായി തീർത്തു തരും. Amen. Amen. Hallelujah. നമ്മൾ വിശ്വസിക്കേണ്ടത് മനുഷ്യൻ പറയുന്ന, മതങ്ങൾ പറയുന്ന, വ്യക്തികൾ പറയുന്ന, ആളുകൾ പറയുന്ന അവരുടെ സമ്പ്രദായങ്ങളും അവർക്ക് ഇഷ്ടമുള്ളവണ്ണം അടിച്ചിറക്കുന്നതായ കുറെ ശരികളിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ സത്യത്തിലാണ്, ദൈവവചനത്തിലാണ്. Hallelujah. ഇങ്ങനെ എത്രയോ പേർ ഭയത്തിൽ ജീവിക്കുന്നുണ്ടെന്നറിയോ? ദൈവത്തിന്റെ വാക്കുകളൊന്നും, ദൈവത്തിന്റെ ശബ്ദങ്ങളൊന്നും എന്നെ ടെൻഷൻ അടിപ്പിക്കുന്നതോ എന്നെ മുടിച്ചു കളയുന്നതോ അല്ല, എന്റെ പ്രാണനെ തണുപ്പിക്കുന്നതാണ്. ടിനു പാസ്റ്റർ എന്നിവിടെ മിനിസ്റ്റർ ചെയ്തിട്ട് പോയാൽ എല്ലാവരും ഇവിടെ വറീഡായി, ടെൻഷനായി, അങ്കലാപ്പിലായി, ആദ്യം പിടിച്ച് യോഗം കഴിഞ്ഞ് ഭാരപ്പെട്ടായിരിക്കത്തില്ല പോകുന്നത്. എല്ലാവരും ഫ്രീ ആയിട്ടായിരിക്കും ഇന്ന് പോകുന്നത്. കൈ ഉണ്ടെങ്കിൽ അടിച്ച് കർത്താവിന് ഫ്രീ. I receive it. Hallelujah. And free. യേശു ഈ ഭൂമിയിൽ വന്നത് അറക്കാനല്ല, മുടിക്കാനല്ല, മോഷ്ടിക്കാനല്ല, എനിക്ക് ജീവൻ ഉണ്ടാകാനും. Come on, let us say, അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകാനും. Yes. Amen. നിനക്കൊരു ആയുസ് ദൈവം വെച്ചിട്ടുണ്ട്. Yes. ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. Amen. നിന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കാതെ നീ പോവില്ല. Amen. I receive. നിന്റെ ഡ്രീമുകളെ, നിന്റെ സ്വപ്നങ്ങളെ, നിന്നിലുള്ള വാഗ്ദത്തങ്ങളെ Amen. നിനക്ക് ദൈവം നിവർത്തിക്കും. Amen. എന്റെ ദൈവം മരണം കൊണ്ടുവരുന്നവനല്ല, എന്റെ ദൈവം മരണത്തെ മാറ്റുന്നവനാണ്. Amen. Hallelujah. I receive. Amen. ജോസഫ്, യേശുവിന്റെ വളർത്തപ്പനായ ജോസഫ് ഒരു സ്വപ്നം കണ്ടു, ഒരു ഡ്രീം കണ്ടു. അത് യേശു മരണപ്പെടുന്ന, യേശുവിനെ ഹെരോദാവ് കൊല്ലുന്ന സ്വപ്നമാണ്. ആണോ? യെസ്. അതാണോ കണ്ടത്? യെസ്. പക്ഷേ ആ സ്വപ്നം ദൈവം കാണിച്ചെന്തിനാ? കുഞ്ഞിനെ കൊല്ലാനാണോ? മരിക്കാനാണോ? മരിക്കാതിരിക്കാനാണോ? Hallelujah. Amen. Use the wisdom. Amen. ഈ ജനം പരിജ്ഞാനമില്ലായകയാൽ നശിച്ചു പോകുന്നു. Amen. പലർക്കും വരവുണ്ട്, പക്ഷെ വിവരമില്ല. Amen. പറഞ്ഞേ, ഇപ്പുറ തട്ടിട്ട് പറഞ്ഞേ, പലർക്കും വരവുണ്ട്, വിവരമില്ല. പറഞ്ഞേ, ഇതൊന്നും അനുകരിക്കാനുള്ളതല്ല. Amen. ഇതിനെ ഞാൻ പവിത്രമായി കാണുന്നു, Yes. പാവനമായി കാണുന്നു. Amen. ദൈവം ഏൽപ്പിച്ചത് ചെയ്യ്. Amen. കർത്താവ് നിർത്തിയെടുത്ത് നിക്ക്. Amen. Amen. അല്പത്തിൽ വിശ്വസ്തനായിരിക്കെ, നിന്നെ അധികത്തിൽ ദൈവം വിചാരകനാക്കും. Amen.